കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി കോഴിക്കോട്ടെ മലയോര ജനത. കാർഷിക വിളകൾ വ്യാപകമായി കാട്ടാനക്കൂട്ടം നശിപ്പിക്കുന്നതിനാൽ കർഷകരും ദുരിതത്തിലാണ്. മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യവും പ്രദേശങ്ങളിൽ രൂക്ഷമാണ്. ഒറ്റയായും കൂട്ടമായും നാട്ടിലേക്കിറങ്ങുന്ന ആനകൾ മലയോര മേഖലയിൽ വ്യാപകമായി ഭീതി സൃഷ്ടിക്കുകയാണ്. തിരുവമ്പാടി, കൂടരഞ്ഞി, കക്കാടംപൊയിൽ ഭാഗങ്ങളിൽ ഈ അടുത്തായി കാട്ടാന ശല്യം രൂക്ഷമാണ്. തിരുവമ്പാടി പഞ്ചായത്തിലെ പൊന്നങ്കയത്ത് വാഴ, കമുക്, ജാതി, കൊക്കോ തുടങ്ങിയ കൃഷികൾ വ്യാപകമായാണ് നശിപ്പിക്കപ്പെട്ടത്. വനാതിർത്തികളിൽ സ്ഥാപിച്ച സൗരോർജ്ജ വേലികൾ തകർത്താണ് ആനകൾ നാട്ടിലേക്ക് എത്തുന്നത്. വനം വകുപ്പ് അധികൃതർ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആനശല്യം ഭയങ്കര കൂടുതലാണ്. ഒറ്റയടിക്ക് ഫോറസ്റ്റുകാരൊക്കെ ഒന്ന് ഓടിച്ചു, നമ്മുടെ നാട്ടിലേക്ക് എത്തി. ഇപ്പോൾ നാട്ടിലേക്ക് കയറി, ഇപ്പോൾ തൊട്ടടുത്തുള്ളൊരു വീട് തള്ളിയിട്ടു. ഇത് നാട്ടിൽ ജീവിക്കാൻ പറ്റാതായി. ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജീവിക്കാൻ ഒരു മാർഗവുമില്ല. കൂടരഞ്ഞി പഞ്ചായത്തിലെ പീടികപ്പാറ, തേനരുവി പ്രദേശവും കാട്ടാന പേടിയിലാണ്. പന്നി, കുരങ്ങ് തുടങ്ങിയവയുടെ ശല്യവും വർദ്ധിച്ചു വരികയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനു പുറമെ ജീവനും ഭീഷണിയായി കഴിഞ്ഞതിനാൽ ആശങ്കയിലാണ് ജനങ്ങൾ. വന്യമൃഗശല്യത്തിൽ നിരവധി വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. കക്കാടംപൊയിലിൽ വൃദ്ധരായ ദമ്പതികൾ താമസിക്കുന്ന വീട് കാട്ടാന ഭാഗികമായി തകർത്തിരുന്നു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ജീപ്പടക്കം ആന തകർത്തിരുന്നു. ജീവനും സ്വത്തിനും വിലയില്ലാതെ മലയോര ജനത കഴിയുമ്പോൾ വനംവകുപ്പും മറ്റ് സർക്കാർ സംവിധാനങ്ങളും നിസ്സംഗത പാലിക്കുന്നതായാണ് നാട്ടുകാരുടെ പരാതി. ജനം, കോഴിക്കോട്.